പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ ഇന്ന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അമിത്ഷാ പറയുന്നത്. അതിനുള്ള സ്ട്രാറ്റജി അദ്ദേഹം മുന്നിൽ നിരത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒരു അഴിമതിയുള്ള സർക്കാരായി വരുത്തി തീർത്ത് പ്രതിച്ഛായ മോശമാക്കുക, അഥവാ പ്രതിച്ഛായക്കെതിരെയുള്ള വെല്ലുവിളി. രണ്ടാമത്തത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പിടിക്കുക. അതിൽ തന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ, പിന്നെ 20,000-ഓളം വാർഡുകൾ. താഴെ തട്ടിൽ നിന്ന് വേണം പാർട്ടി അധികാരത്തിലേക്ക് വരാനെന്ന സൂചന നൽകുന്നുണ്ട്. ഇപ്പോൾ തന്നെ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും എന്നൊരു പ്രതീതി BJP കൊണ്ട് താനും. ഇതെങ്ങനെയാണ് 71 എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. പിടിച്ചെടുക്കാനാണോ? ഞാൻ വിചാരിക്കുന്നത് 2018 അമിത്ഷാ കണ്ണൂർ പ്രസംഗിച്ച സമയത്ത് ഈ സർക്കാരിനെ വലിച്ച് താഴെയിടുമെന്ന് പറഞ്ഞ് നമ്മളാരും വലിച്ചു താഴെയിടുന്ന കണ്ടില്ലല്ലോ. 2018 എന്താണ് അന്ന് ശരണം വിളിച്ചുകൊണ്ട് തുടങ്ങുകയും ശരണം വിളിച്ചുകൊണ്ട് അവസാനിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. ശബരിമലയായിരുന്നു കത്തി നിന്നത്. BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ മതാടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ കൊണ്ടുപോവുകയും അത് വോട്ടായി ക്രോഡീകരിക്കുകയും അതിൽ കൂടെ വിജയിച്ച് കയറുകയും ചെയ്യുന്ന ശൈലിയാണ് BJPക്കുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 54% അല്ല 55% ഹിന്ദുക്കൾ കേരളത്തിലുണ്ടെങ്കിലും അതിൽ ബഹുഭൂരിഭാഷ ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അല്ലെങ്കിൽ ഇടതുപക്ഷവുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അമിത്ഷായുടെ ഏറ്റവും ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യത്തെ ബുദ്ധി എന്ന് പറയുന്നത് SNDPനെ ഈഴവ സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് BDJS ഉണ്ടാക്കിയത്. അങ്ങനെയാണല്ലോ. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ, നായാടി മുതൽ നമ്പൂതിരി വരെ, അല്ലേ, നമ്പൂതിരി വരെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിരിക്കുകയും അത് അധികാരത്തിൽ BJPയിൽ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിരുന്നു വെള്ളാപ്പള്ളി നടേശനെടുത്ത് കയ്യിൽ വെച്ചത്. ആ വെള്ളാപ്പള്ളി നടേശൻ്റെ എല്ലാ സംവിധാനങ്ങളും എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ ഫസ്റ്റത്തെ ഇലക്ഷനിൽ, നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് വലിയ രീതിയിലുള്ള ബഹളം കാര്യമായിരുന്നു നടന്നത് 2016. ആ ബഹളങ്ങളിൽ മുൻപിൽ നിന്നത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു, അല്ലേ? കുടത്തിൽ താമര വിരിയുന്നായിരുന്നു കേരളത്തിൽ പറഞ്ഞത്. കുടത്തിൽ താമര വിരിയും എന്നുള്ളത് എവിടെയെങ്കിലും വിരിഞ്ഞത് നമ്മൾ കണ്ടോ? ഒരു കുടത്തിലും താമര വിരിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലായി വളരെ സ്ട്രോങ് ആയ ഒരു സംസ്ഥാനമാണ്. അവിടെ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും ഒരു പക്ഷേ കൂടുതൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നത് UDFൻ്റെ ഭാഗത്തേക്കാണ്. അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തേക്കും ഹിന്ദു വോട്ടുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ CPM ഇടതുപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെയാണ് അവർ. അവിടുന്ന് എത്ര ശതമാനം വോട്ട് BJPക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് 2024 ഇലക്ഷൻ്റെ അകത്ത് 20% വോട്ട് കിട്ടി എന്ന് പറയുന്നത് പാർലമെൻറ്റ് ഇലക്ഷനാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ സംബന്ധിച്ചിടത്തോളം എന്താണ്, BJP നാഷണലി അധികാരത്തിൽ വരും, കേന്ദ്രത്തിൽ അധികാരം വരും എന്നുള്ള ഒരു ട്രെൻഡുള്ള സ്ഥലത്താണ്. മലയാളികളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരു 80% ആൾക്കാരും ഏതാണ് പാർട്ടിയും പൊളിറ്റിക്സും ആളെയൊക്കെ നോക്കി വോട്ടിക്കും. 20% ആൾക്കാരുടെ ശൈലിയുണ്ട്, ജയിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു ശൈലിയുണ്ട്. അങ്ങനെ ജയിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യുന്നൊരു ശൈലിയിൽപ്പെട്ടതാണ് ഈ പറയുന്ന 20% വോട്ടിങ്ങിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും കേരളത്തിൽ അങ്ങനെ വലിയ രീതിയിൽ BJP വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് തോന്നുന്നില്ല. കാരണം ഒരു 2-3% വർധനവ് വന്നേക്കാം. അത് വർധനവ് വരിക എന്ന് പറയുന്നത് കേരളം ഒട്ടാകെയാകും. ഒരു മണ്ഡലത്തിൽ BJPക്ക് വിജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ 11 സ്ഥലത്ത് 1-ാം സ്ഥാനത്തെത്തി. ലോക്സഭാ ഇലക്ഷനിൽ 9 സ്ഥലത്ത് 2-ാം സ്ഥാനത്തെത്തി. ഈ 11 സ്ഥലത്തും 9 സ്ഥലത്തും നിങ്ങൾ ഓരോ സ്ഥലങ്ങൾ എണ്ണിക്കോളൂ. അവിടെ സ്ട്രോങ് ആയ LDFൻ്റെ ക്യാൻഡിഡേറ്റുകളുണ്ട്. അവിടെ സ്ട്രോങ് ആയ ആ LDF ക്യാൻഡിഡേറ്റിനെ ഇപ്പോഴത്തെ MLAനെ മറച്ച് താഴെയിട്ടിട്ട് വേണം, അല്ലെങ്കിൽ വലിച്ച് താഴെയിട്ടിട്ട് വേണമല്ലോ ഈ BJPക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അങ്ങനെ ആ രീതിയിലുള്ളൊരു പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നതായും ഞാൻ വിചാരിക്കുന്നില്ല. ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് വലിയ ഒരു പ്രൊഫഷണൽ നീക്കം നടത്തും. ഈ രാഷ്ട്രീയത്തിൽ പ്രൊഫഷണൽ നീക്കം എത്ര ശതമാനം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പ്രൊഫഷണൽ നീക്കം കൊണ്ടൊന്നും കാര്യമില്ല. ബൂത്താന്തരം കയറി വീടുകളിൽ പണിയെടുത്ത് വോട്ടിംഗ് ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഇതാണ് ചെയ്യുന്നതെന്നും അവർക്ക് ആ പാർട്ടിയിലേക്ക് ആഭിമുഖ്യം ഉണ്ടാകുന്ന രീതിയിൽ ചർച്ച നടത്തി ജനങ്ങളെ കൂട്ടുകയും വേണം. അങ്ങനെയാണ് രാഷ്ട്രീയം വളരുക എന്ന് പറയുന്നത്. ആ രീതിയിൽ രാഷ്ട്രീയം വളർത്താൻ പറ്റിയ എത്ര നേതാക്കന്മാർ കേരളത്തിലുണ്ടെന്ന് നോക്കിയാൽ അത്ര വളരെ കുറഞ്ഞ നേതാക്കന്മാരേ ഉള്ളൂ. ഇപ്പോൾ BJPയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹിന്ദു സമുദായത്തെ വിട്ടുട്ടോ വലിയ കാര്യമായിട്ട്. ഇപ്പോൾ ഞാൻ പറയാം, SNDPനെ BDJS കൂടെ ഉണ്ടെങ്കിലും SNDPയും ഈഴ സമുദായം മുഴുവൻ LDFൻ്റെ കൂടെയാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ BJP തോക്കുമെന്നും അവർക്ക് അസ്തിത്വമില്ല എന്നും അത് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുന്നത് BDJSൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം വരെ പറയുന്നത് CPM ജയിക്കുമെന്നുള്ളതാണ്. അപ്പം SNDPയുടെ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൻ്റെ ഒരു വലിയ പിന്തുണ LDFിലേക്ക് പോയി. ഇനി ആകെ ഇവർ പ്രതീക്ഷിക്കുന്നത് എവിടെയാണ്? ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വോട്ട് പോലും കിട്ടാനും പോകുന്നില്ല. പിന്നെ കിട്ടാൻ പോകുന്നത് എവിടുന്ന? ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയാണ്. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിന് വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയായ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാളെ വെക്കുന്നു, അനൂപ് ആൻ്റണീനെ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷോൺ ജോർജിനെ വെക്കുന്നു, 2 പേരെ വെച്ചു. മൂന്നാമത്തെ അവർ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനെയും പിടിച്ചു, മുൻ അധ്യക്ഷനെ
രാധാകൃഷ്ണനെയും പിടിച്ചിട്ട് ജിജി ജോൺസനെയാണെന്ന് തോന്നുന്നുണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെച്ചു. ഇതാണ് അവരെന്താണ് അത്രയും പ്രാതിനിധ്യം ആർക്ക് കൊടുത്തിട്ടില്ല, അത്രയും പ്രധാനപ്പെട്ട മെയിൻ നേതാക്കന്മാർക്ക് കൊടുത്തിട്ടില്ല. മെയിൻ BJPയുടെ വർഷങ്ങളായി പാരമ്പര്യമുള്ള വെള്ളം കോരിയും വടിവെട്ടിയും പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു നേതാക്കന്മാർക്കും കൊടുക്കാത്ത പോസ്റ്റ് പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ നേതാക്കന്മാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു വലിയ രീതിയിലുള്ള വോട്ട് കിട്ടുകയും ആ വോട്ടിനൊപ്പം തന്നെ ഇവരുടെ പരമ്പരാഗതമായ ചില മണ്ഡലങ്ങളിലെ ഹിന്ദു വോട്ടുകൾ പ്രതികരിച്ച് ചില മണ്ഡലങ്ങൾ വിജയിച്ച് കയറാം എന്നാണ് വിചാരിക്കുന്നത്. അവർ വിചാരിക്കുന്നത് അധികാരത്തിലേക്കൊന്നും ഒരു പ്രാവശ്യം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. 2026 എന്നുള്ളത് 31 ആവാനാണ് സാധ്യത. അപ്പം അവർ വിചാരിക്കുന്നത് അങ്ങനെ ഒരു 10%, 15% ചില പോക്കറ്റുകളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചില മണ്ഡലങ്ങളിൽ വിജയത്തിന് സാധ്യതയാവും എന്നുള്ളതാണ്. അപ്പം രാജീവ് ചന്ദ്രശേഖരനെ പോലെ നടക്കുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ BJP 2 ഓഫീസാണല്ലോ വന്നിരിക്കുന്നത്. ഒന്ന് പഴയ ഓഫീസും ഇപ്പോൾ പുതിയ സമുച്ചയവും. അപ്പോൾ പഴയ ഓഫീസിൽ എന്ന് പറയുന്നത് 125 ആൾക്കാരെ വെച്ച് വലിയ രീതിയിൽ പണിയെടുക്കുക, സോഷ്യൽ മീഡിയ പ്രൊപ്പഗൻഡ ഉണ്ടാക്കുക, അതുപോലെ തന്നെ വാർത്താ വിതരണ മന്ത്രാലയങ്ങളുമായി വാർത്താ ഏജൻസികളും വാർത്താ ചാനലുകളുമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഏഷ്യാനെറ്റിൻ്റെ മുതലാളിനെയാണ് BJP സംസ്ഥാന പ്രസിഡൻ്റാക്കി വെച്ചിരിക്കുന്നത്. കാരണം കേരളത്തിൽ 2ാമതോ 3ാമതോ നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ 1ാമത് നിൽക്കുന്ന ആളെ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഉദ്ദേശിക്കുന്നത് പറയുന്നത് കൈയടക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ മുഴുവൻ കൈയടക്കുകയും അവരെ പ്രസിഡൻ്റാക്കി വെക്കുകയും അതിൽ കൂടെ നേടിയെടുക്കാവുന്നത്രയും നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ലെവലിലേക്ക് വർക്ക് എത്ര ശതമാനം വിജയിക്കുന്നുള്ളതാണ്. കേരളം എന്ന് പറഞ്ഞാൽ പ്രബുദ്ധരായ മലയാളികളുടെ കേരളമാണ്. അവിടെ അവിടെ ഒരു ശൈലി എന്ന് പറയുന്നത് പൊളിറ്റിക്കലി നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാരാണ്. ആരധികാരത്തിൽ വരണം, ആരധികാരത്തിൽ വരണ്ട എന്നുള്ളതാണ് അവർക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ കുതിച്ചുചാട്ടമൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ചില മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞ ജിമ്മി സാറ് പറഞ്ഞ പോലെ ചില സ്ഥാനാർത്ഥികൾ വീക്കായാൽ ഒന്നും ചെയ്യാനില്ല. കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾ വീക്കായാൽ ഒന്നും ചെയ്യാനില്ല, കോൺഗ്രസിൻ്റെ വോട്ട് BJPയിലേക്ക് പോകും. CPMൻ്റെ വോട്ട് സ്ഥാനാർത്ഥി വീക്കായാൽ ഒന്നും ചെയ്യാനില്ല, അത് BJPയിലേക്ക് പോകും. അതിലിനി എന്തെങ്കിലും കളി നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. കേരളത്തിലെ ചില മണ്ഡലങ്ങൾ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ട്രോങ് ആയ UDF സ്ഥാനാർത്ഥി വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥി വന്നേ പറ്റുള്ളൂ. അവിടേക്ക് ഈ പറഞ്ഞ LDFൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ വോട്ടുകൾ മറിയുകയും വേണം, അല്ലെങ്കിൽ അവിടെ ജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നേമത്തും വട്ടിയൂർക്കാവിലൊക്കെ നല്ല സ്ട്രോങ് ആയ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും വലതുപക്ഷ സ്ഥാനാർത്ഥിയും വേണം, ഇല്ലെങ്കിൽ അവിടെ BJP ജയിച്ച് കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെയൊന്നും കേരളത്തിലെ കോൺഗ്രസ് ഇവർ തമ്മിൽ തല്ലാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസോ CPM ഒരു BJP സ്ഥാനാർത്ഥി വിജയിച്ച് കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് കാൻഡിഡേറ്റ് നിർത്തി കൊടുക്കും എന്നുള്ളത് വിചാരിക്കും. അല്ലെങ്കിൽ അന്തർധാര വല്ലതും നടക്കണം. അങ്ങനെ അന്തർധാരയൊന്നും കേരളത്തിൽ നടക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? 2 കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്ക് ഉണ്ടാകും കേരളത്തിൽ. BJPയുടെ കാര്യത്തിൽ വെച്ചിട്ട് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ നല്ല രീതിയിൽ ഫണ്ടിങ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബൂത്ത് തലങ്ങളിൽ ഫണ്ടിങ് ഉണ്ടാവും. ഈ പഞ്ചായത്ത് തലങ്ങളിൽ ബന്ധം ഇപ്പം നമ്മൾ നോക്കിക്കോളൂ എന്താ സംഭവിക്കുക. നമുക്കിപ്പോൾ ഒരു ട്രെൻഡ് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇനി എല്ലാ പഞ്ചായത്തുകളിലേക്ക് ലക്ഷക്കണക്കിന് എത്തും. കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫണ്ടില്ലാതെ നീങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അവിടെയാണ് ഒരു പഞ്ചായത്തിൽ 5-10 ലക്ഷം വെച്ച് ഒരു പഞ്ചായത്തിലേക്ക് ഇലക്ഷൻ വർക്കിന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സംബന്ധിച്ചിടത്തോളം ആ പൈസ മേടിക്കാനെങ്കിലും കുറച്ച് ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? അങ്ങനെ ഒരു ട്രെൻഡൊക്കെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോവുക. അല്ലാതെ വലിയ രീതിയിൽ പൊളിറ്റിക്കലി ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാനും പറ്റില്ല. പൊളിറ്റിക്കലി മൂവ്മെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം വെച്ചിട്ട് 2018-ലും 2021-ലും ആയിരുന്നു ഉണ്ടാക്കേണ്ടത്. ഇനി ഒരു ശബരിമലയില്ല കേട്ടോ. ഇനി ഒരു ഭാരതമാതയും കൊണ്ടൊന്ന് ശബരിമലയുടെ വലിപ്പം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം ഇപ്പോൾ ഉള്ള ശൈലിയിൽ പിന്നെന്താണെന്നറിയോ, പിന്നെ ശത്രുപക്ഷം ഉള്ളിലാണ്. മനസ്സിലായോ? ഇപ്പോൾ BJP 2 പക്ഷമാണല്ലോ. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുടെ ഒരു പക്ഷവും പുതിയ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പക്ഷവും 2 പക്ഷമാണ്. അപ്പോൾ എന്താണ് ഈ ഞണ്ടിൻ്റെ സ്വഭാവം പറഞ്ഞതാണ്, ഈ സ്ഥലത്ത് കൂടെ കയറി വരുമ്പോൾ അടുത്ത ഞണ്ട് വലിച്ച് താഴെ ഇടും, അടുത്ത ഞണ്ട് മേലെ കയറി വരുമ്പോൾ ഈ ഞണ്ട് വലിച്ച് താഴെ ഇടും. അപ്പോൾ ഇത് മേലെ കയറി എല്ലാവരും കൂടെ ഒന്ന് വിശാലമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നില്ല. അത് വിചാരിക്കുന്ന ശൈലിയില്ല. കാരണം എന്തുകൊണ്ടാണ്? സുരേന്ദ്രനും മുരളീധരനും മുൻപുള്ള സംസ്ഥാന അധ്യക്ഷന്മാരും ഇല്ലാത്ത സമയത്ത് കേരളത്തിൽ MLA-മാരുണ്ടായിട്ടില്ല. ആകെയുള്ളത് തന്നെ ഒരു രാജഗോപാലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് മതി. ഞാൻ ഉണ്ടാവാത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉള്ളപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു MLA കിട്ടാത്തപ്പോൾ ഇവിടുത്തെ കേരളക്കാർ മലയാളി പോലും അല്ലാത്ത അല്ലെങ്കിൽ മലയാളി ആണെന്ന് പറയപ്പെടുന്ന ഒരു പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഒരു MLA വരണ്ട എന്ന് നിശ്ചയിക്കുന്നതാണ് ഒരു ശൈലി എന്ന് പറയുന്നത്. അവരെങ്ങനെ മത്സരിച്ചാൽ പക്ഷേ അല്ല, ആ മണ്ഡലം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മണ്ഡലം മാത്രമേ. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ തന്നെ മറ്റേ സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി
ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. ആ മത്സരിച്ചത് വോട്ട് പിടിക്കുന്നതിനൊപ്പം തന്നെ അതേ ശ്രമിക്കുന്നത് അതിനേക്കാളും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് മറ്റൊരു മണ്ഡലത്തിൽ, അവിടെ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിലൊക്കെ PhD എടുത്ത ആൾക്കാരാണ് ഇവർ. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട. 2026 എന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. Meet the editors.